Thesnim flavoursലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അങ്ങനെ ഒരു വലിയൊരു കുക്കറി ഒരു സീരിയസ് റെസിപ്പി ഒന്നല്ല കേട്ടോ. ഒരു ഫണ്ണി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡെക്കറേറ്റീവ് പീസാ ചെയ്യുന്നത്. ഒരു ഐസ് ബൗൾ. നമുക്ക് ഈ പാർട്ടി ഒക്കെ ഉണ്ടാകുമ്പോഴേ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെൻട്രൽ എന്തെങ്കിലും പണ്ടൊക്കെ നമ്മളെപ്പോഴും വെജിറ്റബിൾ കാർവ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ, അല്ലാതെ ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ആർക്കും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാർട്ടിൻ്റെ തിരക്കൊക്കെ ആണെങ്കിൽ കുട്ടികളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പണിയും കൂടിയാണിത് കേട്ടോ. തലേ ദിവസം ചെയ്യണമെന്ന് മാത്രം, എന്നാലും ഒരു രാത്രി അത് ഫ്രിഡ്ജിലിരിക്കണം. ഐസ് ബൗൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്താ ചെയ്യാന്നൊക്കെ ഉണ്ടാവും. അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് സെൻറ്റർ പീസായിട്ട് വെക്കാം. അപ്പം അതെങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റ് അതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസിയാണ്. നല്ല എന്താ പറയുക, സാധാരണ വെള്ളം, കുറച്ച് പൂക്കളും അല്ലെങ്കിൽ കുറച്ച് ഇലകളും മാത്രമേ വേണ്ടുള്ളൂ. അതിനായിട്ട് സാധനങ്ങൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗി, ആ പാർട്ടി ടേബിളിന് ഒന്നും കൂടെ ഒരു ഭംഗി കൊടുക്കും അതിന്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ ബൗള്, ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ബൗളാണ് അതിലേക്ക് വേണ്ടത്, ഇതിലും കുറച്ച് ചെറുത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം. കുറച്ചുകൂടെ വെള്ളം വേണം. ഈ അറ്റം വരെ മേലെ അറ്റം വരെ വെള്ളം നിൽക്കണം. ഒരു കപ്പ് ഇറക്കി വയ്ക്കുകയാണേ. നമ്മൾ ഈ ചെടിയുടെ ലീഫ് മാത്രമാണ് വയ്ക്കുന്നത്. ഫ്ലവേഴ്സ് ഒന്നുമില്ല ഇതിൽ. വെറും ലീഫ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക്, നമ്മളൊരു ബൗളെടുത്തു, പിന്നെ അതിലേക്ക് ഒരു ചെറിയ ബൗള്, അതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്ന അങ്ങനെയായിട്ടുള്ള ഒരു ബൗളായിരിക്കണം. പിന്നെ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈഡിലാണ് ഒഴിക്കുന്നത്. ഇതുപോലെ നിൽക്കണം ഇത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒന്നുകിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താലും മതി. ഞാനൊരു പിക്കിൾ ബോട്ടിൽ വെക്കാൻ പോവുകയാണ്. എനിക്കിത് താഴ്ന്ന് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താലും മതി. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണ്. നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി എല്ലാ ഭാഗത്തുമായി. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. രാത്രി മുഴുവൻ വെക്കണം, രാവിലെ എടുത്താലേ ഇത് ശരിയായിട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് സെറ്റാവണം. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു, നന്നായിട്ട് ഐസായിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്നുകിൽ പൈപ്പിൽ കാണിച്ചിട്ട് വെള്ളം എടുത്താലും മതി, അല്ലെങ്കിൽ കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചാൽ മതി.
ഒരു ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് വന്ന് കിട്ടും കേട്ടോ. ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്കിനി പുറത്തുള്ള ഗ്ലാസ് കൂടെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പെട്ടെന്ന് ഇളകി വരും. ഇനി അടുത്ത ബൗൾ വെച്ചത് നമ്മൾ ഫ്ലോർ ഒന്നും വെക്കാതെ ലീഫ് മാത്രം വെച്ചതായിരുന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനൊരു ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം നമുക്ക് സൈഡിൽ ഒഴിച്ചു. മനസ്സിലായല്ലോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐസ് ബൗൾ അല്ലേ. ഇനിയിപ്പോ ഈ ഐസ് ബൗൾ ഉണ്ടാക്കി കഴിഞ്ഞു, എടുത്തു. ഇനി എങ്ങനെയാണ് ഇത് വെക്കുക, ഡൈനിങ് ടേബിളിൽ എങ്ങനെയാ വെക്കുക എന്നുള്ളതല്ലേ സംശയം. ഇതിപ്പോ ഞാൻ ചെറുതാ ചെയ്തില്ല, ഇത് വലിയ പാത്രക്കണി വലുതിൽ ചെയ്തോട്ടോ, നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു പോട്ട് എന്തെങ്കിലും എടുക്കുക. ഇതേപോലെ ഒരു ക്ലോത്ത്, യൂഷ്വലി വൈറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും വലുത് വേണ്ട കേട്ടോ. ഈ ഒരു പോട്ടിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക, പോട്ട് കാണാൻ വേണമല്ലോ, നല്ല ഇതിന്റെ ഒരു ഭംഗിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെറിയ ഒരു ഇങ്ങനെ വെക്കുക. എന്നിട്ട് ടൈറ്റ് ആയിട്ട് അങ്ങ് കെട്ടുക. എന്നിട്ട് ഈ മൂടിയില്ല കേട്ടോ, മൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്, മൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഇവിടെ വെക്കുക ആ ബൗള്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളം ഉള്ളിലേക്ക് അങ്ങനെ പോവുകയും ചെയ്തോളും, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കില്ല, ഐസല്ലേ. നമ്മൾ ഐസ് അങ്ങനെ പെട്ടെന്ന് മെൽട്ടാവാതിരിക്കാനുള്ള കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല, നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പം AC-യിലാണെങ്കിൽ കുറച്ച് സമയം കൂടി ഇരിക്കും. പിന്നെ നമ്മൾ അടിയിൽ ഇതേപോലെ നെറ്റ് അങ്ങനെ ഒരു ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെക്കുക, പ്ലേറ്റിലാണ് ഇരിക്കുന്നത്. പക്ഷെ അപ്പൊ പ്ലേറ്റിലെ വെള്ളത്തിൽ അതൊന്നും കൂടി പെട്ടെന്ന് മെൽട്ട് ആകുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ നമുക്ക് കുറേ സമയമൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണ്, നമ്മളെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ മാത്രം ചെയ്യുന്ന ചെറിയൊരു പാർട്ടിയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാർട്ടിന്റെ തൊട്ട് മുമ്പ് എടുത്തിട്ട് ഇത് എല്ലാം അതിൻ്റെ ആ ബൗളുകളൊക്കെ മാറ്റിയിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുക. എന്നിട്ട് ആ സമയത്ത് എടുത്തിട്ട് ഒരു ഇതിൽ ഇങ്ങനെ ഇതൊന്നും കെട്ടാനൊന്നും സമയമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു പ്ലേറ്റിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് അല്ലേ, ഇഷ്ടമായില്ലേ? എനിക്കിഷ്ടമാണ്. പിന്നെ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക, കാരണം ഐസ് വെള്ളം മെൽറ്റ് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പുഡിങ്സിന്റെ പോലെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്ന രീതി വേറെയാണ്, അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം എങ്ങനെയാണ് ഇങ്ങനത്തെ ഐസ് ബൗളിൽ പുഡിങ്സ് അല്ലെങ്കിൽ ഐസ്ക്രീംസ് അങ്ങനത്തെ ഫ്രൂട്ട് സലാഡ് പോലെയുള്ളതൊക്കെ എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് വെറുതെ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇതിനിപ്പോൾ പാർട്ടി വരാനൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. ക്ലാസിൻ്റെ കാര്യം നമ്മളിപ്പോൾ സൗദി, ഒമാൻ, പിന്നെ ഇന്ത്യയിലിപ്പോൾ
ബോംബെ, കോയമ്പത്തൂർ, ഗുജറാത്ത് എല്ലാ സ്ഥലത്തുള്ള മലയാളികൾക്കും നമ്മൾ ക്ലാസ് വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അവിടെ നിന്നെല്ലാം എനിക്ക് രജിസ്റ്റർ ചെയ്ത് ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ആയതുകൊണ്ട് എവിടെയാണെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ. പിന്നെ ചിലർ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ, അപ്പോൾ ചില ബേക്കിങ്ങിൽ കേക്ക് വേണ്ട, എനിക്ക് അതിന് പകരം ഗാർലിക് ബ്രെഡ് മതി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് പറയും. അപ്പം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്ത് കാണിക്കാൻ എനിക്കും ഇഷ്ടമാണ്. ഞാനല്ല ചെയ്യുന്നത്, നിങ്ങളാണ് ചെയ്യണേ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ക്ലാസ്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ മൈക്രോവേവ് കുക്കറി ഉണ്ട്, OTG ഓവനിലുണ്ട്, ബേക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെയാണ് പോണേ. ചോക്ലേറ്റിൻ്റെ ഒരു ബിസിനസ് ഇതിലേക്ക് പോകാനുള്ളവർക്കുള്ള ഒരു ക്ലാസ് ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ റെസിപ്പീസ് ഇടുന്നുണ്ട് കേട്ടോ, കറക്റ്റ് റെസിപ്പിയാണ്. അതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ കുറേ സംശയങ്ങളാണ് ഓവണിനെ കുറിച്ച് ഇപ്പോഴും. ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ. ഇനി എന്താണ്, പിന്നെ ഓരോ ഓവണിന്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഉള്ളിൽ നടക്കുന്ന ഫങ്ഷൻ സെയിം തന്നെയാണ്. ഇതിലപ്പുറം ഞാൻ എങ്ങനെയാണ് ഇനി അത് എങ്ങനെ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞാല്. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവണിൽ തന്നെ പഠിക്കാമല്ലോ. അല്ലാതെ ഞാൻ കുറേയൊക്കെ ഞാൻ അതിൽ താഴെ തന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ ക്ലിയർ ചെയ്ത് തരുന്ന ചെറിയ സംശയങ്ങൾ. ഇപ്പൊ കണ്ടക്ഷൻ ഓവണിൽ ഒരാൾ ചോദിച്ചത് സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റൂ, സ്റ്റീൽ പാത്രം, അത് ചോദിച്ചിരിക്കുന്ന എവിടെയോ മൈക്രോവേവ് ഓവണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോന്റെ താഴെ അളപ്പിയിരിപ്പ ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റീലൊക്കെ ഉപയോഗിക്കാന്നുള്ളത്. പിന്നെ എന്താണ് സംശയം? ഇനി അടുത്ത വീഡിയോയിൽ നല്ല ഡിഷായിട്ട് കാണാം.